ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആതിര. ഇന്നത്തെ വീഡിയോ ഒരു ട്രിപ്പ് വീഡിയോ ആണ്. അമ്മയുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് മെമ്പേഴ്സുമായിട്ട് ഞങ്ങൾ വാഗമണിലോട്ടാണ് ട്രിപ്പ് പോയത്. രാവിലെ ഒരു 6 മണി 5:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ റെഡിയായി. പക്ഷേ ഡ്രൈവർ ഞങ്ങളെ ചതിച്ചു, ലേറ്റായിപ്പോയി ഡ്രൈവർ എണീക്കാനായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കുറച്ചൊന്ന് ലേറ്റായി. അവിടെ നിന്ന് ഞങ്ങൾ പോയത് പന്തളത്താണ് മാമൻ്റെ ഫാമിലി. മാമൻ അവിടെ CMS ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ജേർണി കണ്ടിന്യൂ ചെയ്തത്. അവരെയും പിക്കപ്പ് ചെയ്ത്. അപ്പം ഫുഡ് ചപ്പാത്തി, മുട്ടക്കറി, കേക്ക്, വൈനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി എല്ലാവരും ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങി. ഇതാണ് ട്രാവലർ, ചെറി ട്രാവൽസ്. ഈ പോകുന്നതാണ് കേട്ടോ ഡ്രൈവർ അവിടെ എത്തിയിട്ട് കുളിച്ച് റെഡിയായൊക്കെയാണ് പിന്നെ വന്നത് മാമൻ്റെ വീട്ടിൽ. അപ്പം ഇതാണ് വീട്. ഇതിനെ തൊട്ട് ചേർന്നാണ് ഹോസ്പിറ്റൽ, CMS ഹോസ്പിറ്റൽ പന്തളം. അവിടെയാണ് മാമൻ വർക്ക് ചെയ്യുന്നത്. സോ വീട് ഹോസ്പിറ്റലും തമ്മിൽ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ വീട് കാണാം, അങ്ങനത്തെ ഇതിലാണ്. അപ്പം പിള്ളേർക്കൊക്കെ വാഷ്റൂമിലൊക്കെ പോകണമായിരുന്നു. അപ്പം അതൊക്കെ പോയി ഞങ്ങൾ പിന്നെ അടുത്ത എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ് ജേർണി. ഇപ്പം ഈ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ ഹോസ്പിറ്റൽ. അപ്പം അതായത് തൊട്ടടുത്ത് അങ്ങനെയാണ്. ഇതിൽ അമ്മയുടെ അനിയത്തിയുടെ ഫാമിലി മിസ്സിംഗ് ആണ് കേട്ടോ. അവർക്ക് ടൈം ആയപ്പോഴത്തേക്ക് വരാനായിട്ട് പറ്റിയില്ല. ബാക്കി അമ്മയുടെ ചേച്ചിമാരും അനിയനും അവരുടെ ഫാമിലി അങ്ങനെ എല്ലാവരും ആയിട്ടാണ് ട്രിപ്പ് പോയത്. കിട്ടിയ ഗ്യാപ്പിൽ അവിടെ പിള്ളേരൊക്കെ കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ട്രാവലർ. കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു, ബിക്കോസ് 17 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ നമ്മൾ മടിയിലിരുത്തിക്കൊണ്ട് അങ്ങനെ പോകേണ്ട ഒരു ഇതായിരുന്നു. നമ്മൾ മുന്നേ വാഗമൺ പോയപ്പോൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിരുന്നു, മീൻസ് സീറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ കിടക്കാനും ഇതിനൊക്കെ. അപ്പം ഇത് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു, എങ്കിലും ട്രിപ്പ് കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തി. ഫുഡ് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ അവിടെ വന്ന് ഫുഡ് പാഴ്സൽ തരത്തില്ല, അവിടെ നിന്ന് കഴിക്കണം ഈ വാഗമൺ ഏരിയയിൽ. നോക്കിയപ്പോൾ നല്ല റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല, ഉള്ളതിലൊക്കെ ഫുൾ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പം പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെയാണ് എത്തിയത്. പിന്നെ ഞങ്ങളുടെ എത്തിയ ഹോം സ്റ്റേയുടെ പേര് ജെ മൗണ്ട് എന്നായിരുന്നു. അപ്പം അവിടെ പക്ഷേ നല്ല വ്യൂ. പിന്നെ ചെന്ന സമയത്ത് അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു. രാത്രിയും രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചുമ്മാ വ്യൂ ഒക്കെ ഒന്ന് എടുത്തതാണ്. ഇവിടുന്ന് കാണുമ്പോൾ ആ മലയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്തു. 2 days ആയിരുന്നു നമ്മൾ ട്രിപ്പ്, സാറ്റർഡേ ആൻഡ് സൺഡേ. സാറ്റർഡേ രാവിലെ തിരിച്ചിട്ട് സൺഡേ രാത്രി ഒരു 11:30 ആ റേഞ്ചിനൊക്കെയാണ് വീടെത്തിയത്. അങ്ങനെ അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ആരും ഫുഡ് കഴിക്കാതെയാണ് വെളിയിലൊക്കെ നിന്ന് കളിക്കുന്നത് കേട്ടോ. മീൻസ് എല്ലാവർക്കും അധികം വിശപ്പില്ല, കാരണം വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ സ്നാക്സും അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം വിശപ്പും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പിള്ളേരൊക്കെ കുറച്ചൊന്ന് ടയേർഡായിപ്പോയി. പിന്നെ അവിടെ നിന്ന് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ബന്നും KFC ചിക്കനും വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ അതൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കഴിച്ചത്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അവന്യൂ ആണ് കേട്ടോ. കാണാൻ ഭയങ്കര നല്ല ഭംഗിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഗോസ്റ്റ് ഹൊറർ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ്, ആർക്കും ഡ്രസ്സ് മാറാനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടില്ല, കാരണം എല്ലാവരും അവിടെ നിന്ന് വ്യൂ ഒക്കെ നല്ല ഭംഗിയായതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും റിലാക്സ് ആയിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ താമസിച്ച ഹൗസിൽ 6 bedrooms ആണ് ഉണ്ടായിരുന്നത്. താഴത്തെ ഫ്ലോറിൽ 3, മേളത്തെ ഫ്ലോറിൽ 3, പിന്നെ ഡോർമെട്രി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇതായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരുടെ ഗ്യാങ്, പിള്ളേർ സെറ്റ്. അപ്പം പിന്നെ അല്ലാതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടപ്പോഴാണ് ഒരു ജെറ്റ് പോകുന്നത് കണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതും കൂടെ എടുത്തു. കുറേ നാളിന് ശേഷമാണ് ഒരു ജെറ്റൊക്കെ കാണുന്നത്. അപ്പം അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങൾ വേറൊരു സാധനം കണ്ടത്, പൂള് കണ്ടത്. ഇത് കണ്ടപ്പോൾ പിന്നെ അപ്പം തന്നെ നിധിക്കുട്ടിന് അതിനകത്ത് ഇറങ്ങണം. അങ്ങനെ പിന്നെ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്, കഴിഞ്ഞ തവണ വാഗമണിൽ പോയപ്പോൾ ഞാനൊരു സ്വിമ്മിങ് സ്യൂട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നിധിക്കുട്ടിന്. സോ അതൊക്കെ തന്നെ ഇട്ട് കൊടുത്തിട്ട് പൂളിലിറങ്ങി. ഒരു 5 മണിയൊക്കെ ആയി ഈ സമയത്ത്. പിന്നെ ഭയങ്കര തണുപ്പില്ലായിരുന്നു, എങ്കിലും തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ കളിച്ചു. കാരണം ഇനി രാത്രിയായ നല്ല തണുപ്പ് വരുന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ സമയത്ത് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഇറക്കിയത്. പിന്നെ കുറച്ച് നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ചു. അധികം ആഴമില്ല കേട്ടോ, നമുക്കിങ്ങനെ നിന്നാൽ ഒത്തിരി അങ്ങ് താഴ്ന്നു പോകത്തില്ല. കുട്ടികൾക്ക് പറ്റത്തില്ല, നമ്മൾ പിടിക്കണം. അല്ലാതെ നമ്മൾ വലിയവർക്കാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി മെഡോസിലോട്ട് പോയി. കാരണം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ കുറേ സ്ഥലത്തൊന്നും എൻട്രി ഇല്ലായിരുന്നു. അങ്ങനെ മെഡോസിൽ പോയി. അവിടെ നല്ല ഈ തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു, സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റി.
ഞങ്ങൾ അവിടെ പോയിട്ട് ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സൺസെറ്റിന്റെ ടൈമും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കുറെ നേരം അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ തൊട്ട് മേളിലായിട്ട് ഒരു മല പോലെയുണ്ട്. ആ മല കയറി മേളിലെത്തുമ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ആ വാഗമൺ സിറ്റി ഫുൾ കാണാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ മേളിലോട്ട് എല്ലാവരുമായിട്ട് കയറി. ഈ സമയമൊക്കെ ആയപ്പോൾ ഏകദേശം സൺസെറ്റ് ഒക്കെ ആയി. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ മല മേളിലോട്ട് കയറുന്നത്. ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ആകുമെങ്കിലും ശ്രദ്ധിച്ച് കയറണം, അത്രേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് മേളിലെത്തിയിട്ട് ഇതാണ് കേട്ടോ, അവിടെ നോക്കുമ്പോൾ ഫുൾ ഒരു വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു താഴോട്ടിങ്ങനെ എടുക്കാനായിട്ട്. ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ഒരു ട്രിപ്പിന്, കുഞ്ഞു ട്രിപ്പ് വരാൻ അധിക ഡേയ്സ് ഒന്നും ലീവ് എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഗമൺ ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരുപാട് അങ്ങ് ഒത്തിരി ദൂരെ ഇല്ല, എന്നാൽ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇത് സെക്കൻഡ് ടൈമാണ് പോകുന്നത്. കഴിഞ്ഞ തവണ കസിൻസ് എല്ലാവരുമായിട്ടാണ് പോയത്. ഇപ്പം ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ വലിയ ആൾക്കാരും ഒക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ കുറെ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നൈറ്റ് തിരിച്ച് റൂമിൽ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതിനുശേഷം നൈറ്റ് അവിടെ DJ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറേ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു നൈറ്റ് ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഫുഡ് അടിയിലോട്ട് പോയത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് DJ പാട്ടൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് പോയിട്ട് വന്നിട്ട് വീണ്ടും വലിയവരൊക്കെ വീണ്ടും പൂളിൽ ഇറങ്ങി കേട്ടോ. ഞാനൊന്നും ഇറങ്ങിയില്ല, കാരണം പിന്നെയും ഡ്രസ്സ് ഇനിയും ഇടാൻ വയ്യ, മാറ്റണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയില്ല. ഇവരൊക്കെ പിന്നെയും ഇറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു 7:30 ആ ടൈമൊക്കെ അപ്പോൾ പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ എല്ലാവരും കുറച്ചു നേരം ഇറങ്ങിയിട്ട് പിന്നെ DJയുടെ സ്ഥലത്തോട്ട് വരികയാണ് ചെയ്തത്. ഇനി ഞാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കുറച്ച് വെറൈറ്റി ഡാൻസ് സ്റ്റെപ്പൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ ഡാൻസിന്റെ സോങ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒരു വഴിയില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. സോ വോയിസ് ഓവർ മാത്രമേ ഇപ്പം എനിക്കിതിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിള്ളേരൊക്കെ ആദ്യം ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും തളർന്നു. നമ്മൾ ഈ വിശക്കുന്നു എന്നുള്ള കാര്യം ഡാൻസ് കളിച്ച സമയത്തൊന്നും ഓർത്തില്ല. ഡാൻസ് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തപ്പോൾ അയ്യോ വിശക്കുന്നു എന്നുള്ള കാര്യം തന്നെ ഓർമ്മ വന്നത്. അപ്പോൾ ഈ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് അഡീഷണൽ എമൗണ്ട് ഉണ്ടായിരുന്നു. 2000 റുപ്പീസ് ആയിരുന്നു ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞിട്ടായിരുന്നു വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ക്യാമ്പ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടേതായിരുന്നു അത് കഴിഞ്ഞിട്ട്. അപ്പം ഇത് ഫുൾ കത്തി തീരെ ഏകദേശം ഒരു 2 മണിക്കൂറോളമൊക്കെ എടുത്തു. അതുവരെ നമ്മൾ മ്യൂസിക് എല്ലാം അവർ തന്നെയാണ് സെറ്റ് ചെയ്ത് തന്നത്. സ്പീക്കറോളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മൊബൈലിലെല്ലാം പാട്ടിട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ മുന്നേ പോയ വാഗമൺ ട്രിപ്പിൽ ഇതേപോലെ ക്യാമ്പ് ഫയർ ഒന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് അത് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കുറച്ചും കൂടെ എൻജോയ് ചെയ്തു. കുറച്ചും കൂടെ പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ പറ്റി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു DJ നൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ DJ ഒക്കെ കഴിഞ്ഞ് ഫുഡടിയും കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റു. സൺറൈസ് ഒക്കെ ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. ആ ടൈമിലുള്ളൊരു വ്യൂ ആണ്. കുഞ്ഞായിട്ട് വെയിലുണ്ടായിരുന്നെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ. അപ്പം ഞങ്ങൾ ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കാണ് എല്ലാവരും റെഡിയായി. പക്ഷെ അവിടെയും ഡ്രൈവർ ഞങ്ങളെ ചതിച്ചു. ഡ്രൈവർ ഉറങ്ങി എണീക്കാൻ ലേറ്റായിപ്പോയി. 9 മണി കഴിഞ്ഞു. അപ്പം ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തണുപ്പ് നല്ലതുണ്ട് എന്നുള്ള. പിന്നെ വീണ്ടും റൂമിൽ പോയി ജാക്കറ്റ് എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. നിധിക്കുട്ടിനും തണുത്ത് വിറച്ചിട്ട് അവിടെ നടപ്പുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഞാൻ നിധിക്കുട്ടിന് നേരത്തെ എണീറ്റ് റെഡിയായി കേട്ടോ. കാരണം എല്ലാം ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എണീറ്റ ഉടനെ ജസ്റ്റ് എല്ലാവരും വന്ന് താഴെ ഒന്ന് കണ്ടിട്ട് വീണ്ടും മേളിൽ പോയി റെഡിയായി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത്. കാരണം പോയിട്ട് തിരിച്ച് വീണ്ടും ഇവിടോട്ട് വരാമെന്ന് വെച്ചാൽ ഒത്തിരി ട്രാവലിംഗ് ടൈം ആവുന്നുള്ളൂ വെച്ചാൽ രാവിലെ ചെക്കൗട്ട് ചെയ്ത് എല്ലാവരുടെയും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ച് വീണ്ടും ഞങ്ങൾ ട്രാവലറിലോട്ട് കയറി ഗ്ലാസ് ബ്രിഡ്ജ് ലക്ഷ്യമാക്കിയാണ് പോയത്. അങ്ങനെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എത്തി. അത് കഴിഞ്ഞ് അവിടെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. പെർ ഹെഡിന് 250 റുപ്പീസാണ് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാനായിട്ട്. പക്ഷെ അത് ടൈമിംഗ് ഉണ്ട്. ഞങ്ങൾ രാവിലെ 10 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ടൈമിംഗ് എന്ന് പറയുന്നത് 2 മണിക്കായിരുന്നു. സോ ആ ടൈം വരെ ഞങ്ങൾ അവിടെ പൊരി വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടകളിലൊക്കെ നടന്ന് ടൈം സ്പെൻഡ് ചെയ്യാണ് ചെയ്തത്. പിന്നെ നട്ടപ്ര വെയിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ ക്യാപ്പൊക്കെ വാങ്ങിച്ചു വെച്ചു കേട്ടോ. അപ്പം ഞാനിനി ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ താഴെ കുറച്ച് അങ്ങ് അടുത്തോട്ട് എത്തുമ്പോൾ നല്ലൊരു കൊക്ക് കാണാൻ പറ്റും. താഴോട്ട് നോക്കിയാൽ തല കറങ്ങും. പക്ഷെ എനിക്കങ്ങനെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നടന്നു പോവാണ്. അവർ ഇങ്ങനെ ഒരു സെറ്റായിട്ട് വിടും. അപ്പം
ഒരു ഫാമിലി പോയിട്ട് വരുമ്പം അടുത്ത സെറ്റിനെ വിടും. അങ്ങ് അറ്റം എത്തുമ്പോൾ ചെറുതായിട്ട് ഒരു ഷെയ്ക്ക് ആവും കേട്ടോ, ഇങ്ങനെ കാറ്റടിച്ചിട്ട്. അപ്പോൾ കുട്ടികളൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്പാടിക്കണ്ണൻ ഭയങ്കര കരച്ചിലായിരുന്നു. പാറുവിന് എടുക്കാനും പറ്റുന്നില്ല, കാരണം എടുത്താൽ കാറ്റടിക്കുമ്പം കുട്ടികൾ ചിലപ്പോൾ വീണാലോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഉള്ളത് കൊണ്ടാണ് അവരെ കുട്ടികളെ എടുക്കരുത്, നടത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ്. കുറച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിലത്ത് നടന്നെങ്കിലും അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊച്ചു പിള്ളേർക്കൊക്കെ നിതീസിന് അങ്ങ് എത്തിയപ്പോൾ ചെറിയൊരു കരച്ചിലുണ്ടായിരുന്നെങ്കിലും കൊള്ളാം, നല്ലതായിരുന്നു. അപ്പം വാഗമണിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജ് മിസ്സാക്കണ്ട, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് തിരിച്ചു വരുന്നില്ലായിരുന്നു. ലാസ്റ്റ് അവിടുത്തെ ആള് വന്ന് പറഞ്ഞു മതി 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 15 മിനിറ്റ് ആയി, നിങ്ങളുടെ ടൈം കഴിഞ്ഞു, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുത്തു, ആ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കമന്റും ഡയലോഗും ഫോട്ടോയും വീഡിയോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോയത് പൈൻ വാലിയിലോട്ടായിരുന്നു. അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. അവിടെ ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. അങ്ങ് എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തോളൂ, കാരണം എല്ലാവരും ടയേർഡായി. ഒരു 2 മണിയൊക്കെ ആയി പൈൻ വാലിയിൽ എത്തിയപ്പോൾ. അവിടെ കാണാനായിട്ടാണെങ്കിൽ പൈൻ ട്രീസ് അത് മെയിൻലി ആയിട്ടുള്ളൂ. പിന്നെ കുറെ മങ്കീസ് ഉണ്ടായിരുന്നു, അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണിച്ച്. കൊടൈക്കനാലിൽ പോയപ്പോൾ നിധിക്കുട്ടിന്റെ കയ്യിൽ നിന്ന് ലേസ് കടിച്ച് മങ്കി കൊണ്ടുപോയി ലാസ്റ്റ് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് നിതീസിന് മങ്കിയെ കണ്ടപ്പോൾ തന്നെ പേടിയാണ്. അന്ന് കടിച്ചൊന്നുമില്ല, കയ്യിലുള്ള ലേസ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അപ്പൊ പിന്നെ കയ്യിൽ ചെറുതായിട്ടൊരു മുറിവ് പോലെ കണ്ടപ്പോൾ അതെന്തോ മുള്ളുകൊണ്ട് എന്തോ ആണ്, അടങ്ങിയിരിക്കത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇതാണോ എന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കേണ്ടി വന്നു. അത് ഓർമ്മയുള്ളതുകൊണ്ട് മങ്കിയെ കണ്ടപ്പോൾ ആള് അടുത്തോട്ട് അങ്ങനെ പോയില്ല. ദൂരെ നിന്ന് മങ്കി എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ആൾക്കാരൊക്കെ ഒത്തിരി പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ അവിടെ കൊണ്ടിട്ടേക്കുന്നത്, ഫുൾ ഈ കുടിച്ച ബോട്ടിൽ അല്ലാതെ പ്ലാസ്റ്റിക് കവർ അതൊക്കെ ഫുൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മങ്കിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് അതങ്ങ് അവിടെ കളഞ്ഞിട്ട് പോകുന്നതാണ്. പിന്നെ ഈ പൈൻ വാലിയിലോട്ട് പോകുന്നത് ഒരു കുറേ റോഡ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ടാണ്. അവിടെ ഫുൾ കടകളായിരുന്നു, ഒത്തിരി കട. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏത് എടുക്കണം എന്നറിയാത്ത അങ്ങനത്തെ ഉള്ള കടകളായിരുന്നു. സോ പിള്ളേരുടെ കണ്ണ് ഫുൾ അതിലായിരുന്നു. ഞാൻ പിന്നെ ഒരുപാടൊന്നും അങ്ങനെ, സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വാങ്ങാറുണ്ട്. പക്ഷെ എന്തോ ഈ സമയത്ത് എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് 2 പേർക്കുമായിട്ട് ഒരു കുഞ്ഞു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് ഞാനിങ്ങനെ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. അപ്പോഴേ ഞാൻ ഓർത്തു ഇത് വാങ്ങണം എന്ന്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു, 250 റുപ്പീസ് ആയിരുന്നു. ഞാനും പാറും വാങ്ങിയത് കൊണ്ട് അവര് 230-ക്ക് തന്നു കേട്ടോ ഒരെണ്ണം. അപ്പൊ ഇതിങ്ങനെ താഴെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ചെവി ഇങ്ങനെ പൊങ്ങി വരും, നല്ല ഭംഗിയായിരുന്നു. അപ്പൊ നിധിക്കുട്ടനും അല്ലിയും ഇത് വെച്ചിട്ട് അവിടെ കളിയായിരുന്നു. അങ്ങനെ ഇതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ടോയ്. പിന്നെ കുഞ്ഞു കുഞ്ഞു കീ ചെയിൻ അങ്ങനത്തെ കുട്ടി ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിയത്. പിന്നെ കാർഡമം ടീ വാങ്ങി, അല്ലാതെ വേറൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. നിധിക്കുട്ടിനെ ഏതോ ഷോപ്പിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇനിയും ലേറ്റായ രാത്രി എത്തുമ്പോൾ ലേറ്റാവും. അടുത്ത ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്കുണ്ട്. നിധിക്കുട്ടിനെ അടുത്ത ദിവസം സ്കൂളിൽ വിട്ടില്ല, കാരണം ഇത്രയും ടയേർഡായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്കുണ്ട്. ഞാൻ സാറ്റർഡേ ലീവ് എടുത്തു, എനിക്ക് 4th സാറ്റർഡേ വർക്കിംഗ് ആണ്. സോ സാറ്റർഡേ ലീവ് എടുത്തത് കൊണ്ട് മൺഡേ ലീവ് എടുക്കാൻ എനിക്ക് പെർമിഷൻ ചോദിക്കാൻ വയ്യാത്തത് കൊണ്ടും ഞാൻ എല്ലാവരും നേരത്തെ ഇറങ്ങിയാണ് ചെയ്തത്. വരുന്ന വഴിക്ക് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഈ വണ്ടിക്കകത്ത് കയറിയ പിന്നെ ഞാൻ ഫോൺ നോക്കാറേയില്ല, കാരണം അപ്പം എനിക്ക് തലവേദന അല്ലെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട്. സോ അങ്ങനത്തെ എനിക്കൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടിക്കകത്ത് കയറിയ മൊബൈൽ യൂസ് ചെയ്യാറില്ല. പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. എല്ലാം ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ വണ്ടിക്കകത്തോട്ട് കയറിയ പിന്നെ ഞാൻ അബോധാവസ്ഥയിലാണ്. അത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയാലാണെങ്കിലും ശരി, എനിക്ക് കാറിനകത്ത് AC ഇട്ട് പോകുമ്പം ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞ് വാഗമൺ ട്രിപ്പ്, ഫാമിലി എല്ലാവരുമായിട്ട്. എങ്കിലും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായതിനെ. എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പം ഇനി കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇനി കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാം. അപ്പം അതും കൂടി കണ്ടിട്ട് എല്ലാവരും പോവാവേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.